അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന പരിശുദ്ധമായ റമളാനു ഷരീഫ് നമ്മളിലേക്ക് ആഗതമാകാൻ പോവുകയാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് വിശുദ്ധമായ റമളാൻ മാസത്തിൽ നാം ചൊല്ലിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വീര്യം കൂടിയ ദിക്റുകളും ആ ദിക്റുകളുടെ അർത്ഥങ്ങളുമാണ്. ദിക്ർ ചൊല്ലുന്ന സമയത്ത് അർത്ഥമറിഞ്ഞ് ചൊല്ലിയാൽ അതിന് വല്ലാത്ത ഫലമുണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ദിക്റുകള്, ആ ദിക്റുടെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റമളാൻ മാസം 1 മുതൽ 30 വരെ നമ്മൾ ചൊല്ലിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്, ഗൗരവമുള്ള ദിക്റാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വ അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. ഈ ദിക്റാണ് റമളാൻ 1 മുതൽ 30 വരെ പ്രധാനമായും നാം പറയേണ്ടത്. ഈ ദിക്റിന്റെ അർത്ഥം ഇങ്ങനെയാണ്: അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. അസ്അലുകൽ ജന്ന, അല്ലാഹുവേ നിന്നോട് ഞാൻ സ്വർഗ്ഗത്തിനെ ചോദിക്കുന്നു. വ അഊദു ബിക മിനൻ നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഈ അർത്ഥം മനസ്സിലാക്കി എല്ലാവരും ഈ ദിക്ർ ചൊല്ലുക. അതുപോലെ റമളാനിലെ ആദ്യത്തെ 10 ഈ ദിക്റിന്റെ കൂടെ നാം പതിവാക്കേണ്ട മറ്റൊരു ദിക്റുണ്ട്. ഇത് ആദ്യത്തെ 10 പതിവാക്കേണ്ട ദിക്റാണ്. ഏതാണത്? അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ. ആയ അല്ലാഹുവേ എനിക്ക് നീ കരുണ ചെയ്യണേ. ഇതാണ് ആ ദിക്റിന്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ 10 പ്രവേശിച്ചാൽ പ്രത്യേകമായി പറയേണ്ട ദിക്ർ മഹാന്മാര് പറയുന്നു: അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഈ ദിക്റിന്റെ അർത്ഥം എന്താണ്? ലോകരക്ഷിതാവായ അല്ലാഹ്, ഇങ്ങനെ ലോകരക്ഷിതാവായ അല്ലാഹ് എന്റെ പാപങ്ങൾ നീ പൊറുക്കണേ. ഇതാണ് ഈ ദിക്റിന്റെ അർത്ഥം. ഈ ദിക്റുകളൊക്കെ അർത്ഥമറിഞ്ഞു ചൊല്ലുമ്പോ വല്ലാത്ത ഫലം ഉണ്ടാകും എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ 10 പ്രവേശിച്ചാൽ 2 ദിക്റുകൾ സ്പെഷ്യലായി നമ്മൾ പറയണം. ഒന്നാമത്തെ ദിക്ർ അല്ലാഹുമ്മ അത്ഖിനി മിനൻ നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അങ്ങനെ അല്ലാഹുമ്മ അത്ഖിനി മിനൻ നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഇതിന്റെ അർത്ഥം എന്താ? അല്ലാഹുമ്മ അത്ഖിനി മിനൻ നാർ, നരകത്തിൽ നിന്ന് എനിക്ക് നീ മോചനം നൽകണേ, നരകത്തിൽ നിന്ന് എനിക്ക് നീ രക്ഷ നൽകണേ റബ്ബേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഇതിന്റെ അർത്ഥം എന്താ? അല്ലാഹുമ്മ അത്ഖിനി മിനൻ നാർ, നരകത്തിൽ നിന്ന് എനിക്ക് നീ രക്ഷ നൽകണേ അല്ലാഹ്. വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബേ എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ. ഇതാണ് ഈ ദിക്റിന്റെ അർത്ഥം. അതോടൊപ്പം തന്നെ മറ്റൊരു ദിക്ർ നമ്മൾ പറയണം. ഏതാണത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകലിനെ ഇഷ്ടപ്പെടുന്നവനാണ് നീ, അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണേ. ഇതാണ് ഈ ദിക്റിന്റെ അർത്ഥം. കഴിയുന്ന ആളുകളൊക്കെ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഈ പറഞ്ഞ ദിക്റുകൾ 3 പ്രാവശ്യം പറയുക. നിസ്കാരമല്ലാത്ത സമയത്തും നമ്മൾക്ക് എപ്പോഴൊക്കെ ഈ ദിക്ർ ചെല്ലാൻ പറ്റുമോ അപ്പോഴൊക്കെ ഈ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കി ദിക്ർ ചെല്ലുക. പരിശുദ്ധമായ റമളാനു ഷരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. റമളാൻ 1 മുതൽ 30 വരെ നോമ്പനുഷ്ഠിക്കാനും ദിക്റുകൾ ദുആകൾ ചൊല്ലാനും അതുപോലെ തന്നെ തറാവീഹ് നിസ്കരിക്കാനുള്ള തൗഫീഖും മനസ്സും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളെ എല്ലാ കഷ്ടപ്പാടുകളും അള്ളാഹു അകറ്റി തരട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, സന്തോഷം നൽകട്ടെ. നമ്മളെ
കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. കടബാധ്യതകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഖൈറിന്റെ, റഹ്മത്തിന്റെ, സന്തോഷത്തിന്റെ, ബറക്കത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറന്നു നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ ഇങ്ങനെയുള്ള വിജ്ഞാനങ്ങൾ ലഭിക്കാൻ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.